ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നു സർക്കാരിനെതിരെ, പിണറായി വിജയനെതിരെ. ആ പോസ്റ്റിനടിയിൽ വരുന്ന ഈ പൊങ്കാല സഹിക്കാൻ പറ്റാതെ ആ പോസ്റ്റിനടിയിലുള്ള കമൻറ്റ് ബോക്സ് ഉണ്ടല്ലോ, ആ കമൻറ്റ് ബോക്സ് ലോക്ക് ചെയ്തു വെക്കുന്നു. മറ്റാരുമല്ല, മുസ്ലിം ലീഗിൻ്റെ നേതാവും മുൻ മന്ത്രിയും സർവോപരി മുസ്ലിം ലീഗുകാർക്ക് എന്നും ആവേശമായിട്ടുള്ള പഴയകാല നേതാവായിട്ടുള്ള CHൻ്റെ മകൻ കൂടിയായിട്ടുള്ള MK മുനീർ സാഹിബിൻ്റേതാണ് ആ പോസ്റ്റ്. ഇപ്പോൾ ട്രെൻഡിങ്ങായി ഓടിക്കൊണ്ടിരിക്കുന്ന മോഹൻലാലിൻ്റെ തുടരും എന്ന് പറയുന്ന സിനിമയുടെ പോസ്റ്റിനോട് സമീകരിച്ചുകൊണ്ടാണ് ആ പോസ്റ്റ് തയ്യാറാക്കിയുള്ളത്. ആദ്യം ആ പോസ്റ്റ് ഒന്ന് കാണാം. ഈ സർക്കാരിൻ്റെ കാലാവധി തീരും വരെ ധൂർത്തും കൊള്ളയും തുടരും എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ്റെ ഒരു കാരിക്കേച്ചറും അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ടാണ് ഈ പോസ്റ്റ് ഇട്ടത്. എന്നാൽ പിന്നീട് അദ്ദേഹം പ്രതീക്ഷിച്ചത് എന്തായിരിക്കും? ഈ പോസ്റ്റിനടിയിൽ സൈബർ പോരാളികളായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ പച്ചപ്പടക്കാർ വന്ന് നല്ല കമൻ്റ് ഇട്ട് പ്രോത്സാഹിപ്പിക്കും. അതോടുകൂടി മൂപ്പർക്ക് കൂടുതൽ റീച്ച് കിട്ടും, ഈ പോസ്റ്റ് ലീഗുകാരെല്ലാം ഏറ്റെടുക്കും എന്നല്ലേ. പക്ഷേ നേരെ ഓപ്പോസിറ്റാണ് സംഭവിച്ചത്. ആ പോസ്റ്റിനടിയിൽ പൊങ്കാലയുടെ ബഹളമായി. പൊങ്കാല സഹിക്കാൻ പറ്റാനായിട്ട് അവസാനം മൂപ്പര് ആ പോസ്റ്റ് ലോക്ക് ചെയ്ത് വെച്ചു. നോക്കൂ, ഇത്രയധികം മുസ്ലിം ലീഗിൻ്റെ പച്ചപ്പടക്കാർ സൈബർ പോരാളികൾ രംഗത്തുണ്ടായിട്ടും തങ്ങളുടെ നേതാവിൻ്റെ മകനും ഇപ്പോഴത്തെ നേതാവും മുൻ മന്ത്രിയും നിലവിലെ MLA ഒക്കെ ആയിട്ടുള്ള സർവോപരി നല്ലൊരു കലാകാരൻ കൂടിയായിട്ടുള്ള MK മുനീർ സാഹിബിൻ്റെ പോസ്റ്റിനടിയിൽ വന്നിട്ട് നല്ല 4 കമൻ്റ് ഇടാൻ പോലും ലീഗുകാർക്ക് സമയമില്ല. പകരം കമൻ്റ് ഇട്ടത് മൊത്തം നാട്ടുകാരാണ്. നാട്ടുകാരിട്ട കമൻ്റ് പൊങ്കാലയായി മാറിയപ്പോൾ സഹിക്കാൻ പറ്റാതെ ആ കമൻറ്റ് ബോക്സ് അടച്ചു വെക്കേണ്ട ഗതികേട് വന്നത് മുസ്ലിം ലീഗിൻ്റെ നേതാവായിട്ടുള്ള MK മുനീർ സാഹിബിനാണ്. എത്രത്തോളം ദയനീയമാണെന്ന് ഓർത്ത് നോക്കണേ. ആ കമൻറ്റുകൾ ഞാനൊന്ന് വായിക്കാം. താങ്കളെ ഡോക്ടറാക്കാൻ അന്നത്തെ സർക്കാർ ചിലവാക്കിയ തുക അതൊരു ധൂർത്തായിരുന്നു എന്ന് ഇപ്പോൾ മനസ്സിലായി. സാഹിബ് ഇന്ത്യ വിഷൻ ചാനലിൽ ജോലിയെടുത്ത ആളുകൾക്ക് ശമ്പളം നൽകിയോ? ഈ മോങ്ങൽ ഇനിയും തുടരും. സകല മൂരികളും അമറാൻ തുടങ്ങി എന്ന് നാട്ടുകാരുടെ ചെലവിൽ പഠിച്ചു ഡോക്ടറായി ഇന്നും ഉപ്പാനെ പറയിപ്പിച്ച് ജീവിക്കുന്ന മകൻ എൻ്റെ മുനീർ സാഹിബെ, താങ്കൾ മുതിർന്ന ഒരു നേതാവല്ലേ? ഇമ്മാതിരി പോസ്റ്റ് ഇടാൻ നാണമില്ലേ? 9 വർഷം നിയമസഭയിൽ ഉണ്ടായിട്ട് താങ്കൾക്ക് ഒരു അഴിമതി ആരോപണം തെളിയിക്കാനുള്ള ഒരു രേഖ നിയമസഭയിൽ വെക്കാൻ സാധിച്ചിട്ടുണ്ടോ? തറയാവാം, കൂതറയാവരുത്. മാനേജ്മെൻറ്റ് സീറ്റിൽ ഉയർന്ന ഫീസിൽ മെഡിസിന് പഠിച്ചിരുന്ന ഒരു ചെക്കന് ബാപ്പയുടെ മരണാനന്തരം അവിഹിതമായി സർക്കാർ കോളേജിലേക്ക് മാറ്റി സർക്കാർ ഖജനാവിൽ നിന്നും പോക്കറ്റ് മണി നൽകിയ ഒരു സർക്കാർ കേരളത്തിലുണ്ടായിരുന്നു. അധികാരം കയ്യിലുള്ളപ്പോൾ നാട്ടുകാരെ വെറുപ്പിച്ചു, നാട്ടുകാർ മൂലക്കിരുത്തി, എന്നിട്ടും ഒരു കുറവുമില്ല. ആരാ ഇതൊക്കെ പറയുന്നത്? ഉമ്മൻചാണ്ടി ഭരണകാലത്ത് 40 കോടി രൂപ 10 വർഷം മുമ്പേ പരസ്യത്തിന് ചെലവാക്കി അതിൽപ്പെട്ട ഒരു മന്ത്രിയാണ് ഇയാൾ. എന്തെങ്കിലും ഡയലോഗ് അടിക്കുമ്പോൾ ഞാനും ആ സ്ഥാനത്ത് ഇരുന്നു എന്നൊക്കെ ഓർക്കണ്ടേ?